അമ്മേ, ഞാൻ സ്കൂളിൽ പോവുകയാണ്. ഇത് രാഹുൽ, ഗ്രാമത്തിലെ സ്കൂളിൽ ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കുന്ന കുട്ടി. ക്ലാസ്സിലെ ഗേൾസിന്റെ ക്രഷ്. രാഹുൽ എല്ലാത്തിനും മിടുക്കനാണ്. പക്ഷെ അവൻ ബാക്കിയുള്ള കുട്ടികളെപ്പോലെ ഗേൾസിന്റെ പുറകിൽ പോയി നേരം കളയാൻ താൽപ്പര്യമില്ല. അവനൊരു ലക്ഷ്യമുണ്ട്. ഒരിക്കലൊരു വൈകുന്നേരം അവൻ വീടിന്റെ അടുത്തുള്ള കുന്നിന്റെ മുകളിലിരുന്ന് ഒരേ ആലോചനയിലായിരുന്നു. പെട്ടെന്ന് അവന്റെ കണ്ണിൽ എന്തോ ഒന്ന് ഉടക്കി. എന്താ എന്തു പറ്റിയതേ? നിന്നെ ഇവിടൊന്നും മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്റെ പേര് മായ. ഞാൻ പട്ടണത്തിലെ സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ വന്നതാ. ബട്ട് ഐ ഗോട്ട് ലോസ്റ്റ് ഹിം. നിനക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? എനിക്ക് ഈ നാട്ടിലെ എല്ലാ സ്ഥലവും അവളെ കൂടുതൽ അറിയാൻ കഴിഞ്ഞല്ലോ. ഷേ, പേര് മായ. ഹാ, ഇൻസ്റ്റ ചെക്ക് ചെയ്യാം. എന്താ മോനെ നിന്റെ മുഖം വല്ലാതെ ഇരിക്കുന്നതെന്ന്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ലമ്മേ, ഞാനിങ്ങനെ വെറുതെ. മോനെ, ഇന്ന് അച്ഛൻ വിളിച്ചിരുന്നു. നിന്റെ കാര്യത്തിൽ അദ്ദേഹം തീരുമാനമെടുത്തുന്നാ പറഞ്ഞത്. മോൻ അമ്മയെപ്പറ്റി ആലോചിക്കണ്ട. എനിക്ക് നിന്റെ ഭാവിയാണ് വലുത്. സ്കൂളിലെ നിന്റെ പെർഫോമൻസിൽ അച്ഛൻ ഹാപ്പിയാണ്. നിനക്ക് പട്ടണത്തിൽ കോളേജിൽ അഡ്മിഷൻ ശരിയാക്കിയെന്നാ പറഞ്ഞത്. അച്ഛൻ, ഇത് രാജ്, മൾട്ടി മില്യനെയർ, ബിഗ് ഷാർക്ക്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം സ്വന്തമായുള്ള ആകാശരേഖയേക്കാൾ മൂർച്ചയേറിയതാണ്. ഒരിക്കലും ഉറങ്ങാത്ത നഗരം. അവിടെ എന്നും മുന്നിൽ നടക്കുന്ന ഒരാളുണ്ട്. ബോർഡ് റൂമുകളിലും ആഡംബര ഗോപുരങ്ങളിലും അതീയ സുരക്ഷാ ഗേറ്റുകളിലും അയാളുടെ പേര് അലയടിക്കുന്നു. അയാൾ സമ്പന്നനായി ജനിച്ചവനല്ല, മറിച്ച് ഇഷ്ടികകൾ അടുക്കി ഓരോ തീരുമാനങ്ങളിലൂടെയും അവ നേടിയെടുത്തതാണ്. രാഹുൽ പട്ടണത്തിലേക്ക് ഫ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു. അവന്റെ മനസ്സിൽ മായയുടെ മുഖം മാത്രമായിരുന്നു.